പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ ഹരിതകർമ്മ സേനയിലെ മുഴുവൻ അംഗങ്ങളും 48 അംഗങ്ങളാണ് മംഗൽപാടി പഞ്ചായത്തിലുള്ളത്. അതുപോലെ HI പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ, ബ്ലോക്ക് കോർഡിനേറ്റർ അടക്കമുള്ള ആളുകൾ ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരം ക്ലീൻ ചെയ്യുകയാണ്. ഇത് ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്നതൊന്നുമല്ല, പലപ്പോഴായി ഇവിടുത്തെ ഈ ഒരു ശുചീകരണം നടക്കുന്നതാണ്. ഞാൻ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായതിനു ശേഷം 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യം ഞങ്ങൾ ഇവിടുത്തെ ആളുകളെ നാട്ടുകാരും ഒക്കെയായി ഒന്ന് ശുചീകരിച്ചു. വീണ്ടും മാലിന്യം വലിച്ചെറിയുന്നത് സ്കൂൾ പരിസരത്തിലേക്കാണ്. ഇന്ന് രാവിലെ ആരംഭിച്ചതാണ്, നിങ്ങൾ കാണുന്നുണ്ട്. സ്കൂൾ പരിസരം ആളൊഴിഞ്ഞ പരിസരം തന്നെയാണ്. കുട്ടികൾ സ്കൂൾ വിട്ടു പോയാൽ അത് ആളൊഴിഞ്ഞ പരിസരം തന്നെയാണ്. പക്ഷെ അത് മാലിന്യം വലിച്ചെറിയാനുള്ളതല്ല. ഞങ്ങളിവിടെ കാണുന്നു ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ പമ്പേഴ്സ്, പാഡ് പോലുള്ള മാലിന്യങ്ങളാണ്. അത് സ്കൂൾ പരിസരത്ത് എറിയുന്നത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഞങ്ങളിനി ക്യാമറ വെക്കുകയാണ്, ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. ഇനി കിട്ടിയാൽ ശക്തമായ ഫൈനും കൂട്ടത്തിൽ കേസും രജിസ്റ്റർ ചെയ്യും. യാതൊരു സംശയം വേണ്ട. ഇനി ഒരാളും ഈ വിഷയം കയ്യോടെ പിടിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ അല്ല മറ്റു ആരെങ്കിലും പിടിച്ച് അങ്ങോട്ട് വരരുത്. ഇതൊരു പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായ താക്കീത് നൽകുകയാണ്. കാരണം ഒരു കാരണവശാലും ഇത് കയ്യോടെ പിടിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വരരുത് എന്നാണ് ഞാൻ പറയുന്നത്, പച്ചക്ക് പറഞ്ഞാൽ. ഇത് നമുക്കിവിടെ വൃത്തിയായി പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ സ്കൂൾ പരിസരത്തെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നത്? ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില ഓട്ടോകൾ വീടുകളിൽ കേന്ദ്രീകരിച്ച് മാലിന്യങ്ങൾ വാങ്ങുന്നുണ്ട്. അത് കൊണ്ടുവന്ന് സ്കൂൾ പരിസരത്താണ് തള്ളുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആളുകളെ വ്യക്തമാകാൻ സാധിച്ചിട്ടില്ല. അത് എവിടെയെങ്കിലും കയ്യോടെ കിട്ടിയാൽ പിന്നീട് ചെയ്യുന്നത് ഏറ്റവും വലിയ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. അത് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള എൻ്റെ ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകളെ, നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ഏത് സമയം ഇവിടെ നിങ്ങളുടെ ഒരു നിരീക്ഷണം ഉണ്ടാകണം. കൂട്ടത്തിൽ ഞങ്ങൾ ക്യാമറ വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാടും പരിസരവും പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ കടമയാണ്. ഇതൊക്കെ നാളെ വ്യാപകമായ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.